തെറ്റ് ചെയ്തവനെ കുറ്റബോധം എന്നും വേട്ടയാടിക്കൊണ്ടിരിക്കും. അവർ എവിടെ ഓടി ഒളിക്കാൻ ശ്രമിച്ചാലും ആ പാപഭാരം പിന്തുടരുമെന്ന കാര്യം മറക്കരുത്. പാലക്കാട് എലപ്പുള്ളിയിൽ ലൈംഗികാതിക്രമം തടഞ്ഞ യുവതിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി സംഭവത്തിന് ശേഷം തമിഴ്നാട്ടിലേക്ക് കടന്നതാണ്. പിന്നീട് അറിഞ്ഞത് പ്രതിയെ വിഷം അകത്ത് ചെന്ന നിലയിൽ കണ്ടെത്തിയെന്നാണ്. എലപ്പുള്ളി സ്വദേശി സൈമണെയാണ് ആത്മഹത്യക്ക് ശ്രമിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച സൈമൺ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ഇയാളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ യുവതിയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബുധനാഴ്ച രാവിലെ 11 മണിയോടെ എലപ്പുള്ളി കൊട്ടിൽപ്പാറയിൽ പുല്ലരിയുന്നതിനിടെയാണ് യുവതി ആക്രമിക്കപ്പെട്ടത്. ലൈംഗികാതിക്രമം തടഞ്ഞ യുവതിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച പ്രതി സൈമൺ തുടർന്ന് തമിഴ്നാട്ടിലേക്ക് കടക്കുകയായിരുന്നു. തലയ്ക്ക് സാരമായി പരിക്കേറ്റ യുവതി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതി സൈമണെ വിഷമൊളിച്ചെന്ന നിലയിൽ രാവിലെ 8:30 കുട്ടിൽപ്പാറ ഭാഗത്ത് നാട്ടുകാരാണ് കണ്ടെത്തിയത്. ഇയാളെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജില്ലാ ആശുപത്രിയിലെത്തി മജിസ്ട്രേറ്റ് യുവാവിന്റെ മൊഴി രേഖപ്പെടുത്തി. സൈമന്റെ നില ഗുരുതരമല്ലെന്ന് പോലീസ് പറഞ്ഞു. കസബ പോലീസ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്.